നമ്മൾ കാത്തിരുന്ന അറഫാ ദിനം നമ്മിലേക്ക് കടന്നു വരികയാണ്. അറഫാ ദിനത്തിൽ നോമ്പ് പിടിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരാഗ്രഹമാണ്. കാരണം അള്ളാഹു റബ്ബുൽ ആലമീൻ ഏറെ തൃപ്തിപ്പെട്ടൊരു ദിവസമാണ് അറഫയുടേത്. അപ്പോൾ ഒരു സംശയം സോഷ്യൽ മീഡിയയിലൊക്കെ ഇനി വ്യാപകമാകുമല്ലോ, അറഫ നോമ്പ് പിടിക്കേണ്ടത് സൗദിയിൽ ദുൽഹജ്ജ് 9 ആകുമ്പോഴാണോ അല്ല നമ്മുടെ നാട്ടിൽ ദുൽഹജ്ജ് 9-നാണോ? ഒരു കൺഫ്യൂഷനാണ്. എന്ന് നോമ്പ് പിടിക്കണം? അതുപോലെ അറഫാ നോമ്പിൻ്റെ നിയ്യത്ത് എന്താണ്? അറഫാ നോമ്പിൻ്റെ മഹത്വം എന്താണ്? അറഫാ നോമ്പിൻ്റെ നിയ്യത്തിനോടൊപ്പം ഖളാ ആയിപ്പോയ റമളാനിലെ നോമ്പുകൾ എങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും എന്നിത്യാദി കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന വളരെ ചെറിയൊരു വീഡിയോയാണ്. മുഴുവനായി കാണുക, ജീവിതത്തിൽ അന്വർത്ഥമാക്കുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ വിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇനി കടന്നു വരുന്നത് അറഫയാണ്. നോമ്പിന് വലിയ പ്രാധാന്യമുണ്ട് അല്ലേ? അസ്സുയാമുലി, നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞതിലൂടെ വിശുദ്ധമായ നോമ്പിൻ്റെ പുണ്യം അത് വളരെ വലുതാണ്. വിശുദ്ധമായ റമളാനിന് ശേഷം ധാരാളം മാസങ്ങളിൽ പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. പക്ഷേ ചില മഹത്വങ്ങളുള്ള ദിവസങ്ങളെ അള്ളാഹുവും അവൻ്റെ ദൂതരും ഇങ്ങനെ എണ്ണിപ്പറഞ്ഞതായിട്ട് കാണാം. സുന്നത്താക്കപ്പെട്ട നോമ്പുകളിൽ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു നോമ്പാണ് അറഫയുടെ നോമ്പ് എന്ന് പറയുന്നത്. അറഫാ നോമ്പിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്താണ് അറഫാ നോമ്പിൻ്റെ പ്രത്യേകത? ഇമാം മുസ്ലിം റഹിമഹുല്ല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സുയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സനത അല്ലതി ഖബല വസ്സനത അല്ലതി ബഅദ. സുയാമു യൗമി അറഫ, അറഫാ ദിനത്തിലെ നോമ്പെന്ന് പറഞ്ഞാൽ അത് പൊറുപ്പിക്കും നമ്മുടെ പാപങ്ങളെ. കഴിഞ്ഞ ഒരു വർഷത്തെ പാപം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞതും മറ്റുള്ളവനെ ആക്ഷേപിച്ചതൊന്നും പൊറുക്കില്ല കേട്ടോ. നമ്മുടെ ചെറുപാപങ്ങളൊക്കെ പുറത്തു പോകും അല്ലേ? ഒരു കൊല്ലം നമ്മൾ എന്തോരം ചെറിയ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ഒരുപാട് ചെറിയ ദോഷങ്ങൾ ചെയ്യുമ്പോൾ അത് വൻപാപങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിച്ചത് കാണാം. അപ്പോൾ ചെറുപാപങ്ങളൊക്കെ, ഒരു വർഷത്തെ ചെറുപാപങ്ങൾ അള്ളാഹു പുറത്തു തരും. വൻപാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ മതി. അതും ഈ ദിനത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏറെ സ്വീകരിക്കപ്പെടാൻ ഏറെ സാധ്യത കൂടുതലാണ്. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട തെറ്റുകൾ, മറ്റുള്ളവനോട് അവനെ വേദനിപ്പിച്ചത്, അവനെ കുറ്റം പറഞ്ഞതൊക്കെ അത് പൊറുച്ചു കിട്ടാൻ നമ്മൾ അവരോട് പൊരുത്തപ്പെടിക്കുക തന്നെ വേണം. ഈ വിശിഷ്ടമായ ദിവസത്തിൽ അത് പൊരുത്തപ്പെടിച്ചിട്ട് അള്ളാഹിനോട് തൗബ ചെയ്യുകയാണെങ്കിൽ അതുകൂടെ നമുക്ക് പുറത്തു കിട്ടും. അങ്ങനെ ഒരു വർഷം നമ്മൾ ചെയ്ത എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരാൻ കാരണമാണ് അറഫയിലെ നോമ്പ്. അതുമാത്രമല്ല വസ്സനത്തല്ലത്തി ബഅദ, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം പൊറുക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു റിപ്പോർട്ട് പ്രകാരം നമുക്ക് തിന്മകൾ ചെയ്യാനുള്ള ഇബ്ലീസിൻ്റെ പ്രചോദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ തിന്മ ചെയ്ത് പോവുകയാണെങ്കിൽ തൗബ ചെയ്യാനുള്ള അവസരം അള്ളാഹു റബ്ബുൽ ആലമീൻ തന്നേക്കും. അതല്ല, ചില ഇമാമിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അടുത്തൊരു വർഷത്തെ പാപങ്ങൾ പൊറുക്കും എന്ന് പറഞ്ഞാൽ അടുത്തൊരു വർഷം അവൻ ജീവിച്ചിരിക്കണമല്ലോ, അപ്പോൾ ദീർഘായുസ് ലഭിക്കാൻ അത് കാരണമാകുമെന്ന് പറഞ്ഞവർ വരെയുണ്ട്. ഏതായാലും ഒരു വർഷത്തെ, 2 വർഷത്തെ, കഴിഞ്ഞൊരു വർഷത്തെയും വരാനിരിക്കുന്നൊരു വർഷത്തെയും പാപങ്ങളെ പൊറുപ്പിക്കുന്ന അതിമഹത്തായ നോമ്പാണ് അറഫയുടെ നോമ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി എപ്പോഴാണ് അറഫ നോമ്പ് പിടിക്കേണ്ടത്? സൗദിയിൽ മക്കത്താളുകൾ അറഫയിൽ നിൽക്കുമ്പോഴാണോ നമ്മുടെ നാട്ടിൽ ദുൽഹജ്ജ് 9 എപ്പോഴാണ് അപ്പോഴാണോ? ഭയങ്കര തർക്കങ്ങളാണ്. അവിടെ ഇസ്ലാം എന്ത് പറയുന്നു, ഇമാമിങ്ങൾ എന്ത് പറയുന്നു, അതൊന്നും നമുക്ക് വേണ്ട. നമ്മുടെ ഈ ബുദ്ധി കൊണ്ട് നമ്മളിങ്ങനെ കണക്കൂട്ടി ആളുകൾ അവിടെ നിൽക്കുമ്പോൾ അല്ലേ നമ്മളിവിടെ നോമ്പ് പിടിക്കേണ്ടത്? നമ്മൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നോമ്പ് പിടിക്കണ്ടേ? ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നോമ്പ് പിടിക്കണമെന്ന് ഒരു ഹദീസിൻ്റെ കഷ്ണത്തിലുമില്ല, ഒരു ഇമാമിങ്ങളും പറഞ്ഞിട്ടില്ല. അവിടെ പറയപ്പെട്ടത് ദുൽഹജ്ജ് 9 എന്നാണോ അന്ന് നോമ്പ് പിടിക്കണം. ദുൽഹജ്ജ് 9-ന് ഹാജിമാർ അറഫയിൽ നിൽക്കണം. ഹാജിമാരല്ലാത്ത ആളുകൾ സൗദിയിലുള്ളവർ അന്ന് നോമ്പ് പിടിക്കണം. നമുക്ക് ദുൽഹജ്ജ് 9 എന്നാണോ അന്ന് നമ്മൾ അറഫയുടെ നോമ്പ് പിടിക്കണം. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ദുൽഹജ്ജ് 9 എന്നാണോ അന്ന് പിടിക്കണം. അപ്പോൾ ഉസ്താദേ, അറഫയുടെ നോമ്പ് എന്നല്ലേ റസൂലുള്ള പറഞ്ഞത്? അതൊരു കൺഫ്യൂഷൻ ആവൂലേ? അറഫയുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഈ ദുൽഹജ്ജ് 10-ലെ ദിനരാത്രങ്ങൾക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട നാമങ്ങളാണ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദുൽഹജ്ജ് 8-ന് യൗമു തർവിയ, ദുൽഹജ്ജ് 9-ന് യൗമുൽ അറഫ, ദുൽഹജ്ജ് 10-ന് യൗമുൻ നെഹർ. ഈ പറയുന്ന ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് അജ്ഞരാണ്. അതുകൊണ്ട് സംഭവിച്ചു പോയതാണ്. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അപ്പോൾ ദുൽഹജ്ജ് 9-ൻ്റെ പേര് യൗമു അറഫ എന്നാണ്.
അറഫ ദിവസം അവിടെ കഴിഞ്ഞു പോയാലും നമുക്ക് അറഫ ദിവസമാണ് ദുൽഹജ്ജ് 9 എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ നോമ്പ് പിടിക്കേണ്ടത് നമുക്കെന്നാണോ ദുൽഹജ്ജ് 9 അന്ന് തന്നെയാണ്. പിന്നെ ചില ആളുകളുടെ ചോദ്യം, അവരവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ നിൽക്കുകയല്ലേ വേണ്ടത്, ലോകം മുഴുവൻ അങ്ങനെയല്ലേ നിൽക്കേണ്ടത് എന്നാണ്. അത് ജിയോഗ്രഫിക്കലി ഏറ്റവും വലിയ മണ്ടത്തരാണ്. കാരണം എന്താ, അറഫയിൽ ജനങ്ങൾ നിൽക്കുന്ന അതേ സമയത്ത് നമ്മൾ ഇവിടെ നോമ്പ് പിടിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടും സൗദി അറേബ്യയും തമ്മിൽ തന്നെ ഏതാണ്ട് 2.5 മണിക്കൂറോളം സമയത്തിൽ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ തന്നെ അവർ നിൽക്കുന്ന ആ സമയത്ത് നോമ്പ് പിടിക്കൽ എങ്ങനെ യാഥാർത്ഥ്യമാവും? 2.5 മണിക്കൂർ ഡിഫറൻസ് വെച്ചല്ലേ നമ്മൾ നോമ്പ് പിടിക്കാൻ പറ്റുള്ളൂ. ഇനി അതൊന്നും വേണ്ടാന്നേ, അമേരിക്ക എടുത്ത് നോക്ക് നിങ്ങൾ. സൗദി അറേബ്യയിൽ അറഫയിൽ ജനങ്ങൾ നിൽക്കുന്ന പകലിൽ, അമേരിക്കയിൽ രാത്രിയാണ്. രാത്രി നോമ്പ് പിടിക്കാൻ പറ്റൂല. അപ്പോൾ അറഫയിൽ ജനങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളിവിടെ നോമ്പ് പിടിക്കണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്, ഏറ്റവും വലിയ അബദ്ധമാണ്. നമ്മുടെ പൂർവികരായ ആളുകളെ മുഴുവൻ നമ്മൾ മോശക്കാരാക്കി പ്രഖ്യാപിക്കലും കൂടെയാണ്. കാരണം എന്താ, ഈ റേഡിയോ കണ്ടുപിടിക്കുന്നതിന് മുൻപ് എന്നാണ് സൗദിയിൽ അറഫാ ദിനം എന്ന് മക്കത്ത് പോയി തിരിച്ചു വന്ന ആളുകൾ പറഞ്ഞാലേ നമ്മൾ അറിയുള്ളൂ. നമ്മളിവിടെ നിലാവ് കണ്ടതനുസരിച്ച് ദുൽഹജ്ജ് 9 എന്നാണോ അന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മളിവിടെ നോമ്പ് പിടിക്കും. മക്കത്ത് എന്നാണ് അറഫ എന്ന് ഹജ്ജിന് പോയി തിരിച്ചു വന്ന ആൾക്കാർ പറഞ്ഞാലേ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ ആ പിടിച്ചവരുടെയൊക്കെ അമൽ വേസ്റ്റായോ? പറയുന്ന മനസ്സിലാണ്. അപ്പോൾ ഇസ്ലാമിൽ പഴയ ഇസ്ലാം പുതിയ ഇസ്ലാം എന്നൊന്നുമില്ല. അന്നും ഇന്നും എന്നും ഇസ്ലാമുണ്ട്. ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ എന്നാണോ നമ്മൾ നിലാവ് കണ്ടത് അതനുസരിച്ച് ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ് അറഫയുടെ നോമ്പ് പിടിക്കേണ്ടത്. അറഫ നോമ്പിൻ്റെ കൂലി അന്ന് പിടിച്ചാലേ നമുക്ക് ലഭിക്കുകയുള്ളൂ. കൃത്യമായില്ലേ? ഇനി അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. വെറുതെ മനസ്സിൽ ഇങ്ങനെ വസ്വാസാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഇമാമും പൂർവികരായ ഒരാളും തന്നെ മക്കത്ത് അറഫയിൽ നിൽക്കുമ്പോൾ ലോകം മുഴുവൻ അറഫ നോമ്പ് പിടിക്കണമെന്ന് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഒരു ഹദീസിൻ്റെ കഷ്ണം പോലും കൊണ്ടുവരാൻ കഴിയില്ല തന്നെ. കൃത്യമല്ലേ കാര്യങ്ങൾ? ഇപ്പോൾ വെറുതെ ഇനി ആളുകളെ തശ്വീശാക്കരുത്. അതുപോലെ തന്നെ ഈ ദിവസത്തിൽ നോമ്പിന് നിയ്യത്ത് വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഏത് കർമ്മവും നിയ്യത്ത് കൊണ്ട് സ്വീകരിക്കപ്പെടുള്ളൂ അല്ലേ? അപ്പോൾ സുന്നത്താക്കപ്പെട്ട അറഫാ ദിനത്തിലെ നാളത്തെ നോൻപ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്യുക. ഓക്കെ, എന്ന് നിയ്യത്ത് ചെയ്താൽ അറഫയുടെ സുന്നത്താക്കപ്പെട്ട നോമ്പ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി അതോടൊപ്പം ഖളാ ആയിപ്പോയ നോമ്പുണ്ടോ? ഖളാ ആയിപ്പോയ നോമ്പ് നമുക്ക് ചേർത്ത് വെക്കാം. റമദാനിൽ നിന്ന് ഖളാ ആയിപ്പോയ ഫർളായ നോമ്പ് അറഫാ ദിനത്തിലെ നാളത്തെ സുന്നത്താക്കപ്പെട്ട നോമ്പിനോടൊപ്പം ചേർത്ത് വെക്കാൻ ഞാൻ കരുതി. സിമ്പിളാണ്. അപ്പോൾ ഒരു ചോദ്യം, ഉസ്താദെ, നമുക്ക് വേണമെങ്കിൽ അറഫയുടെ സുന്നത്ത് നോമ്പും റമദാനിൽ നിന്ന് ഖളാ ആയിപ്പോയ നോമ്പും നേർച്ചയാക്കിയ നോമ്പും കൂടെ ഒരുമിച്ച് പിടിക്കാൻ പറ്റുമോ? അങ്ങനെ പിടിക്കാൻ പറ്റില്ല. അറഫയുടെ സുന്നത്താക്കപ്പെട്ട നോമ്പ് എന്തായാലും നമ്മൾ പിടിക്കും. അതിനോടൊപ്പം ഏതെങ്കിലും ഒരു ഫർള് ചേർത്ത് വെക്കാൻ പറ്റുള്ളൂ. നോമ്പ് നമ്മൾ നേർച്ചയാക്കുന്നതോടുകൂടെ അത് ഫർളായി, നിർബന്ധമായി ഇല്ലേ? അപ്പോൾ നിർബന്ധമാണ് ഖളാ ആയിപ്പോയ റമദാനിലെ നോമ്പും നേർച്ചയാക്കപ്പെട്ട നോമ്പും. ഇത് രണ്ടും നിർബന്ധമായി. അപ്പോൾ നിർബന്ധമായ നോമ്പുകൾ ഏതെങ്കിലും ഒരെണ്ണേ പിടിക്കാൻ പറ്റുള്ളൂ. 2 നിർബന്ധമായ നോമ്പുകൾ ചേർന്ന് വരില്ല. ഒന്നുകിൽ ഖളാ ആയിപ്പോയ റമദാനിൽ നിന്നുള്ള നോമ്പ് അതോടൊപ്പം ചേർത്ത് പിടിക്കാം, അല്ലെങ്കിലോ നേർച്ചയാക്കിയ നോമ്പ് ചേർത്ത് പിടിക്കാം. ഏതെങ്കിലും ഒരു ഫർള് നോമ്പേ ചേർത്ത് പിടിക്കാൻ പറ്റുള്ളൂ. സുന്നത്തായ നോമ്പുകൾ എത്ര വേണമെങ്കിലും നമുക്ക് ചേർത്ത് പിടിക്കാവുന്നതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കട്ടെ. ബാക്കി അറഫയുടെ മഹത്വങ്ങളൊക്കെ നമ്മുടെ സ്വബാഹുൽ ഖൈറിലും മറ്റു പല വീഡിയോസിലുമായി വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായി പഠിക്കാവുന്നതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായി നോമ്പനുഷ്ഠിക്കാൻ, അവൻ തൃപ്തിപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.